തിരുവനന്തപുരത്ത് 4 വയസ്സുകാരിയോട് കൊടും ക്രൂരത. കുട്ടിയുടെ സ്വകാര്യ ഭാഗത്ത് മുറിവേൽപ്പിച്ചു. കല്ലാട്ടമുക്ക് ഓക്സ്ഫോർഡ് സ്കൂളിലെ അധ്യാപികയ്ക്കെതിരെയാണ് കേസ്. ശുചിമുറിയിൽ പോയതിന് വഴക്കു പറഞ്ഞ ശേഷം മുറിവേൽപ്പിച്ചെന്ന് ബന്ധുക്കൾ ആരോപിച്ചു. മോള് ഇന്നലെ സ്കൂളിൽ പോയിട്ട് വന്ന സമയത്ത് ഹസ്ബൻഡെ വിളിക്കാൻ വേണ്ടി പോയതും 3 മണി, ഇന്നലെ ലേറ്റ് ആയിട്ടാണ് വിളിക്കാൻ വേണ്ടി പോയത് 3:30. അപ്പോൾ 3 മണിയുടെ ക്ലാസ് ടൈം ഉള്ളൂ. അപ്പോൾ 3:30 ഹസ്ബൻഡ് വിളിച്ചിട്ട് വീട്ടിൽ വന്ന സമയത്ത് ഹസ്ബൻഡിന്റെ ഉമ്മ മോളെ കുളിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോയപ്പോൾ മോൾ ഒരിക്കലും വരത്തില്ലായിരുന്നു. ഭയങ്കര നിർത്താത്ത കരച്ചിലായിരുന്നു. അപ്പോൾ ഉമ്മ നിർബന്ധിച്ച ഡ്രസ്സ് ഒരു നോക്കിയപ്പോഴത്തേനും സ്വകാര്യ ഭാഗത്ത് ഇങ്ങനെ നുള്ളി എടുത്തേക്കുന്നു. അപ്പോൾ ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പൊ സ്കൂളിൽ നിന്ന് കരഞ്ഞില്ല, പേടിച്ചിട്ട് ടീച്ചർ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാല് നീ നിന്റെ വീട്ടിൽ പോയി ഉമ്മച്ചെടുത്തൊന്നും പറയില്ലെന്ന് പ്രത്യേകം പറഞ്ഞു വിട്ടായിരുന്നു. അപ്പൊ ഇവിടെ വന്ന് പേടിച്ചിട്ട് ഇങ്ങനെ പറയാതെ ഭയങ്കര കരച്ചിലായിരുന്നു. പാനിക്കായി പോയി മോള്. അപ്പോൾ ഞാനാണെങ്കിൽ ഓഫീസിലായിരുന്നു. അപ്പൊ ഉമ്മ എന്നെ വിളിച്ചിട്ട് പറഞ്ഞായിരുന്നു ഇതുപോലെ രാവിലെ സ്കൂളിൽ വിട്ട സമയത്ത് ഇങ്ങനെ എന്തെങ്കിലും മുറിവ് എന്തെങ്കിലും ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചു. കാരണം ഞങ്ങൾ ഇന്നവരെ മോളെ ഞാൻ ഉള്ളിപ്പോലും നോവിച്ചിട്ടില്ല. അപ്പോൾ ഇല്ലാന്ന് പറഞ്ഞപ്പോൾ ഉമ്മ അപ്പം തന്നെ സ്കൂളിൽ വീണ്ടും മോളെയും കൊണ്ടുപോയി. അപ്പോൾ സ്കൂളിലെ മാനേജ്മെന്റ് ആദ്യം ഞങ്ങളെ ഭാഗത്ത് തെറ്റുന്ന രീതിയിൽ സംസാരിച്ചു. ലാസ്റ്റ് ആ നുള്ളിയ ടീച്ചറിനെ വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. വിളിച്ചപ്പോൾ അവര് ഭയങ്കര കരച്ചിലായിരുന്നു, അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ക്ലാസ് റൂമിൽ ക്യാമറ ഉണ്ടായിരുന്നു. ക്യാമറ ചെക്ക് ചെയ്തപ്പോൾ ആ ടീച്ചർ നുള്ളുന്നതായിട്ട് അവർ കണ്ടായിരുന്നു. അങ്ങനെ ഉടൻ തന്നെ അവരെ പറഞ്ഞയച്ചു എന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു തെറ്റും ഇല്ലെങ്കിൽ ഇതുപോലെ ഇമ്മീഡിയറ്റ്ലി അവരെ പറഞ്ഞേക്കേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ ഒരു ഈവനിങ് കഴിയുമ്പോൾ സ്കൂളിൽ നിന്ന് എനിക്ക് മാനേജ്മെന്റ് സൈഡിൽ നിന്ന് കോൾസ് ഒക്കെ വരാൻ തുടങ്ങി. സോറിയൊക്കെ ഒത്തിരി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ആവർത്തിക്കത്തില്ല എന്നൊക്കെ. പ്രശാന്ത് ചങ്ങരമംഗലത്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, കഴിഞ്ഞ ദിവസമാണ് ഈ തിരുവനന്തപുരം ശിശുക്ഷേമ സമിതിയിലെ ആയമാർ കുട്ടികളോട് കാണിക്കുന്ന കൊടും ക്രൂരത പുറത്തേക്ക് വരുന്നത്. ഇപ്പോൾ ഇവിടെ അധ്യാപിക ചെയ്തിരിക്കുന്നത് ശുചിമുറിയിൽ പോയതിനാണോ ഇത്രയും വലിയൊരു ക്രൂരത കുട്ടിയോട് അധ്യാപിക ചെയ്തിരിക്കുന്നത്? മാത്രമല്ല, അധ്യാപികയ്ക്കെതിരെ എന്ത് നടപടിയാണ് ഇപ്പോൾ സ്കൂൾ അധികൃതർ പ്രാഥമികമായി എടുത്തിരിക്കുന്നത്? ദേവിക, കുട്ടികൾക്കെതിരെ ഉണ്ടാകുന്ന അതിക്രമങ്ങൾ തിരുവനന്തപുരത്ത് തലസ്ഥാന നഗരിയിൽ ഉണ്ടാകുന്നത് വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയായി മാറുകയാണ്. ഇപ്പോൾ ഈ ഒരു ആഴ്ചക്കിടയിൽ രണ്ടാമത്തെ സംഭവമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇത് തിരുവനന്തപുരത്തെ കല്ലാട്ടുമുക്കിലെ ഒരു KG സ്കൂൾ, ഒരു സ്കൂളിലെ വിദ്യാർത്ഥിക്കാണ് ഇത്തരത്തിൽ അധ്യാപികയിൽ നിന്ന് ഉപദ്രവമേറ്റത്. കുട്ടി വളരെയേറെ പേടിക്കുകയും ചെയ്തു. ഈ വീട്ടിലെത്തിയതിനു ശേഷമാണ് ഈ സംഭവം അറിയുന്നത്. നേരത്തെ അമ്മയുടെ വാക്കുകളിലൂടെയാണ് നമ്മളിതെല്ലാം കേട്ടത്. അതായത് ഈ കുട്ടി വീട്ടിലെത്തിയതിനു ശേഷം കുട്ടിയുടെ മുത്തശ്ശി കുളിപ്പിക്കാൻ വിളിച്ചപ്പോൾ കരയുകയും സ്വാഭാവികമായി കരയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത് ശ്രദ്ധയിൽപ്പെട്ടതിനു ശേഷമാണ് പിന്നീട് പരിശോധന നടത്തുന്നത്. ദേഹപരിശോധന നടത്തിയപ്പോഴാണ് ഇത്തരത്തിൽ കുട്ടിയുടെ സ്വകാര്യ ഭാഗത്ത് മുറിവേറ്റത് ശ്രദ്ധപ്പെട്ടത്. തുടർന്ന് മുത്തശ്ശി അമ്മയെ വിളിച്ച് ചോദിച്ച് രാവിലെ പോകുന്ന സമയത്ത് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ഇല്ല എന്ന് പറഞ്ഞു. അതിനുശേഷമാണ് സ്കൂളിൽ ചെല്ലുന്നത്. സ്കൂളിൽ ചെന്ന് സ്കൂൾ അധികൃതരുമായി ഇത്തരത്തിൽ പരാതി പറഞ്ഞെങ്കിലും അവർ ആദ്യം നിഷേധിച്ചു എന്നാണ് ഇപ്പോൾ ഈ കുട്ടിയുടെ അമ്മ പറയുന്നത്. ഇതിൽ നിഷേധിക്കുന്ന ഒരു സമീപനമാണ് ഉണ്ടായത്. പിന്നീടാണ് ഇവർ CCTV ദൃശ്യങ്ങളൊക്കെ നോക്കുമ്പോഴാണ് ഇത്തരത്തിൽ ഈ അധ്യാപിക കുട്ടിയുടെ സമീപത്ത് നിൽക്കുന്നതായിട്ടുള്ള ദൃശ്യങ്ങളും കാണുന്നത്. ഇപ്പോൾ സ്കൂൾ അധികൃതർ ഇങ്ങനെ ഉണ്ടായിട്ടില്ലെന്നാണ് ഈ വീട്ടുകാരോട് പറയുന്നത്. പക്ഷേ വളരെ ഗുരുതരമായൊരു തെറ്റ് അല്ലെങ്കിൽ സമീപനമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. സ്വകാര്യ ഭാഗത്താണ് കുട്ടിയുടെ മുറിവേറ്റത്. എന്തായാലും പോലീസിൽ ഈ വീട്ടുകാർ പരാതിപ്പെടുകയും ചെയ്തു. പോക്സോ കേസ്, അതുപോലെ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം ഫോർട്ട് പോലീസ് കേസെടുത്തെന്നാണ് മനസ്സിലാക്കുന്നത്. ഇനി തുടർന്ന് ഈ അധ്യാപികയെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്ന അടക്കമുള്ള നടപടിയിലേക്ക് കടക്കും എന്ന് പറയുന്നു. ഈ സ്കൂളിലെ ഒരു നിലപാടെന്ന് പറയുന്നത് സ്കൂൾ ഇതൊരു നിഷേധിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. എന്നാൽ അധ്യാപികയെ പുറത്ത് ആക്കുകയും ചെയ്തു. നമ്മളും സ്കൂൾ അധികൃതരുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ നേരിട്ട് സംസാരിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം എന്ന് പറയുന്നത് ഈ അധ്യാപിക ആവാൻ സാധ്യതയില്ല, വേറെ ആരെങ്കിലും ആണോ എന്ന അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു ന്യായവാദം സ്കൂൾ പറയുന്നതായിട്ടുള്ള വിവരങ്ങളും ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും കൊടും ക്രൂരതയാണ് ഒരു 4-4.5 വയസ്സുകാരിയോട് ഉണ്ടായിരിക്കുന്നത്. അതായത് സ്കൂളിൽ ഉച്ചഭക്ഷണത്തിന് ശേഷം ശുചിമുറിയിൽ പോയ കുട്ടി തിരിച്ചെത്താൻ വൈകി എന്നതുകൊണ്ട് കുട്ടിയെ ഉപദ്രവിച്ചു എന്നാണ് ഇപ്പോൾ പരാതിയായി ലഭിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഈ അമ്മയോട് സംസാരിക്കുമ്പോൾ മറ്റൊരു കാര്യം കൂടി പറഞ്ഞിരുന്നു. ഈ അധ്യാപികയിൽ നിന്ന് സമാനമായ സാഹചര്യത്തിൽ നേരത്തെയും ഇത്തരത്തിൽ സംഭവം ഉണ്ടായിട്ടുണ്ടെന്നും ഈ കുട്ടിയുടെ മാതാവ് പരാതിപ്പെടുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ തുടർന്ന് ആ സ്കൂളിൽ കുട്ടിയെ പഠിപ്പിക്കുന്നതടക്കം തങ്ങൾക്ക് ഭയമുണ്ട് എന്നൊരു കാര്യം കൂടി നമ്മളോട് വ്യക്തമാക്കുകയും ചെയ്തു. എന്തായാലും അതിദാരുണമായ ഒരു സംഭവമാണ് ഈ 4 വയസ്സുകാരിയോട് ഉണ്ടായിരിക്കുന്നത്. തലസ്ഥാന നഗരിയിൽ ഇത്തരത്തിൽ ഉണ്ടാകുന്ന സംഭവങ്ങൾ ഞെട്ടിപ്പിക്കുന്നതാണ്. കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പാണ് ഇത്തരത്തിൽ CWCയിൽ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. 2 വയസ്സുകാരിക്കെതിരെ അതിക്രമം ഉണ്ടായത്. ആ പ്രതികൾ ഇപ്പോഴും ജയിലിൽ റിമാൻഡിൽ തുടരുന്നൊരു സാഹചര്യമാണുള്ളത്. അതിനുശേഷമാണ് ഇപ്പോൾ വീണ്ടും ഇത്തരത്തിൽ തലസ്ഥാന നഗരിയിൽ നിന്ന് തന്നെ ഒരു സംഭവം ഉണ്ടായി വരുന്നത്. ദേവിക.
ശരി, തിരുവനന്തപുരത്ത് നിന്ന് ചേർന്നത് പ്രശാന്ത് ശങ്കരമംഗലത്ത്.